മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ഏതാനും ഭാഗം. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ, വിഹായ സൗവർണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹ്രദം, കജ്ജലോദ്ഗമമില്ലാത്തോരു മംഗളദീപം, പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യമഹാനിധി, പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവെന്നാചാര്യൻ. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ, ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നീ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായ് തലമടക്കാത്തു. അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായ് തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും, സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും, രന്തിദേവന്റെ ദയാവായ്പും, ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും, മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ, ചെല്ലുവിൻ ഭവാന്മാർ എൻ ഗുരുവിൻ നികടത്തിൽ, ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലായിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ, ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവദ്വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴുമിത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരോ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരോ.